കണ്ണൂരിലെ ചില CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്ന ആരോപണം. കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു സി തോമസ് ആണ് ആരോപണവുമായി രംഗത്തെത്തിയത്. സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജിറിനെതിരെ പരാതി നൽകിയിട്ടും പാർട്ടി നടപടിയെടുത്തില്ലെന്നും മനു സി തോമസ് പറഞ്ഞു. CPIM തന്നെ പുറത്താക്കിയിട്ടില്ല. മനസ്സുമടുത്ത് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചതാണെന്നും മനു വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള ആളുകളുമായി ബന്ധം പുലർത്തുന്ന നേതാക്കളെന്നാണ് ആരോപണം. അല്ല, അതൊക്കെ പാർട്ടിയുടെ മുമ്പിലുള്ള വിഷയങ്ങളാണ്. ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും പാർട്ടി ജില്ലാ കമ്മിറ്റിക്കൊക്കെ എഴുതി കൊടുത്ത പരാതിയാണ്. അത് അവർ പരിശോധിച്ചിട്ടുണ്ട്. അവർക്ക് ഇത് തിരുത്തി നന്നായി പോകണമെന്നുണ്ടെങ്കിൽ അവർ തിരുത്തും, അത്രേ ഉള്ളൂ. അല്ല, അത് എനിക്ക് അതിനകത്ത് ഞാൻ പൂർണ്ണ സംതൃപ്തനല്ല ഇത്തരം കാര്യങ്ങളിൽ. നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന സമിതി ചേർന്നപ്പോഴൊക്കെ ഒരു പടലപ്പിണക്കങ്ങളുടെ സാധ്യതയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കണ്ണൂരിലെ ചില CPM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ഒരു പ്രവർത്തകൻ പുറത്ത് പറയുന്നത്. മനസ്സും അടുത്തിട്ടാണ് താൻ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെയൊക്കെ വസ്തുത? എന്തൊക്കെ കാര്യങ്ങളാണ് മനു സി തോമസ് പറയുന്നത്? തീർച്ചയായും മനു തോമസിന്റെ ഇന്നലത്തെ ഈ പ്രതികരണം വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് CPIMനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മനു തോമസിനെ കുറിച്ച് പറഞ്ഞു തന്നെ ആ ആരോപണത്തിന്റെ ഗൗരവത്തിലേക്ക് പോകണം. കഴിഞ്ഞ 25 വർഷമായി കണ്ണൂരിൽ CPIMന്റെ പ്രവർത്തന രംഗത്തുള്ള മികച്ച നേതാക്കളിൽ ഒരാളെന്ന് തീർച്ചയായും പറയാവുന്നയാളാണ് മനു തോമസ്. DYFIയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഒപ്പം തന്നെ SFIയിലും DYFIയിലും ഒരുപാട് സംരംഭങ്ങളിൽ ഉണ്ടായിരുന്ന നേതാവാണ്. അത്തരമൊരു നേതാവാണ് ഇപ്പോൾ മനസ്സ് മടുത്തിട്ടാണ് CPIMൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്ന് പറയുന്നത്. മനു തോമസിന്റെ ഈ പ്രതികരണത്തിന്റെ സാഹചര്യം കൂടി നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മനു തോമസിനെ CPIM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി മനു തോമസ് പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് കാണിച്ചാണ് CPIM അത്തരമൊരു തീരുമാനമെടുത്തത്. അതിന് പിന്നാലെ ചില മാധ്യമങ്ങളിൽ CPIM മെമ്പർഷിപ്പിൽ നിന്ന് മനു തോമസിനെ പുറത്താക്കി എന്ന തരത്തിൽ വാർത്തകൾ വന്നു. ഇതിനോടാണ് ശരിക്കും ആദ്യമായി മനു തോമസ് പ്രതികരിക്കുന്നത്. തന്നെ പാർട്ടി പുറത്താക്കിയതല്ല, താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതാണെന്ന് മനു തോമസ് പറയുന്നു. ഒപ്പം തന്നെ അതിനോടൊപ്പമാണ് മനു തോമസ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് പാർട്ടിയുമായി അകന്നു നിൽക്കാനുള്ള സാഹചര്യം എന്ത് എന്നാണ് മനു തോമസ് നമ്മോട് നടത്തിയ ഈ ഒരു പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം മനു തോമസ് പറയുന്നത്, ഇപ്പോൾ യുവജന കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന M ഷാജിറിനെതിരെ അന്ന് ഒരു പാർട്ടിക്ക് പരാതി നൽകിയിരുന്നു. ഒരു തവണയല്ല, 2 തവണയാണ് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ആ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി M ഷാജിറിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പരാതിയാണ് നൽകിയത്. ഈ ആകാശ് തില്ലങ്കേരി, അർജുൻ നായങ്കി തുടങ്ങിയവരുമായി ഷാജിറിന് ബന്ധമുണ്ടെന്ന് അന്ന് മനു സി തോമസ് പറഞ്ഞത് വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. എന്നാൽ ഈ പരാതി പാർട്ടി ഗൗരവത്തോടെ കണ്ടില്ല. ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറായില്ല എന്നാണ് മനു തോമസ് പറയുന്നത്. പാർട്ടിക്കകത്ത് നിന്ന് ഇത്രയും ഗുരുതരമായൊരു വിഷയം, പാർട്ടിയെ ആകെ ബാധിക്കുന്ന ഒരു വിഷയം ഉന്നയിച്ചിട്ടും ഒരു നടപടിയും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പാർട്ടി അന്ന് ആ വിഷയത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. പക്ഷേ ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും ഒരു തരത്തിലും ഈ പറഞ്ഞ പരാതിയെ പരിഗണിക്കുന്നതായിരുന്നില്ല, ആ പരാതിയുടെ ഗൗരവം ഉൾക്കൊള്ളുന്നതായിരുന്നില്ല എന്നാണ് മനു തോമസ് പറയുന്നത്. അത് വെറും പ്രഹസനമായിരുന്നു ആ റിപ്പോർട്ട് എന്നും പറയുന്നു. അതിനുശേഷം മനു തോമസ് പറയുന്നത്, കണ്ണൂർ ജില്ലയിലെ CPIM നേതാക്കളിൽ ചിലർ ഇപ്പോഴും ഈ സംഘവുമായി ബന്ധം തുടരുന്നുണ്ട്. ഇവർ പരസ്പരം, അതായത് ഈ സംഘത്തിൽപ്പെട്ട ആളുകളും ഈ നേതാക്കളും പരസ്പരം പല കാര്യങ്ങളിലും ഒരു സഹകരണം എന്ന രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഇതൊന്നും തിരുത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല. പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് സമരമുഖങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ സഹിച്ച് പാർട്ടിക്കകത്ത് നിൽക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെ വല്ലാതെ മനസ്സ് മടുപ്പിച്ചു. കാരണം 25 വർഷത്തോളമായി പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും ഇത്രയും ഗുരുതരമായൊരു വിഷയം താൻ ഉന്നയിച്ചിട്ട് അതിനൊരു പരിഗണനയും നൽകാതിരിക്കുകയും അതേസമയം തന്നെ ഈ ആർക്കെതിരെയാണ്
ആരോടാണോ പരാതി ഉന്നയിച്ചത് അവർക്ക് പാർട്ടിയിൽ ഒരു പരിഗണന ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മനസ്സ് മടുത്തു. അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുകൂടി മനു തോമസ് പറയുന്നുണ്ട്. ഏതായാലും മനു തോമസ് കണ്ണൂർ ജില്ലയിലെ CPIM നേതാക്കളിൽ ചിലർക്ക് ഇപ്പോഴും ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായൊക്കെ ബന്ധമുണ്ട് എന്നൊരു ആരോപണം പറയുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ചർച്ചയായി മാറുകയാണ്. കാരണം CPIM വലിയ തിരുത്തലുകളിലേക്ക് പോകുന്നു എന്ന് പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ്. ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായുള്ള M ഷാജിറിന്റെ ബന്ധം ഉയർന്നു വന്നപ്പോഴും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആളുകൾ CPIMന്റെ മുഖമായി മാറി വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും പിന്നീട് ഈ വിഷയം വന്നപ്പോൾ CPIM പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം. നിഖിൽ പറയുന്നതിൽ നിന്ന് തുടരുകയാണെങ്കിൽ നമുക്കറിയാം 2020-21 കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയം തന്നെയാണ് സ്വർണ്ണക്കടത്ത് സംഘം എന്നുള്ള ആ ഒരു വിഷയം. അപ്പോൾ ഈ CPM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇപ്പോഴും ബന്ധമുണ്ട് എന്ന ആരോപണം ഒരു പ്രവർത്തകൻ തന്നെ ഉന്നയിക്കുമ്പോൾ അതിൽ എങ്ങനെയായിരിക്കും CPM ഇനി അതിനെ പ്രതിരോധിക്കുക? തീർച്ചയായും അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം CPIM അന്ന് പറഞ്ഞത് ഈ സംഘം പാർട്ടിയെ മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇനി അതിനുള്ള അവസരം ചെയ്തു കൊടുക്കില്ല. പാർട്ടിയുമായി അവർക്കൊരു ബന്ധവുമില്ല, പാർട്ടിയുടെ പേരിലല്ല അല്ലെങ്കിൽ പാർട്ടിയുടെ വക്താക്കളായൊന്നുമല്ല അവർ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പാർട്ടി അക്കാര്യത്തിൽ ഒരു തിരുത്തും വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനു തോമസിൻ്റെ ഈ ഒരു പ്രസ്താവന, ഈ ഒരു പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പാർട്ടിയിലെ ചില നേതാക്കൾ അവരുമായി ബന്ധം തുടരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പാർട്ടി ഇനി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. CPIM എല്ലാ കാര്യങ്ങളിലും തിരുത്ത് വരുത്താൻ പോകുന്നു, വലിയ തിരുത്തലുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും 1 വർഷം 1.5 വർഷം മുന്നേ ഉന്നയിച്ച ഇത്രയും ഗുരുതരമായൊരു വിഷയത്തിൽ പോലും CPIM ഒരു തിരുത്തലിനും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പരാതി ആർക്കെതിരെ നൽകിയോ അവർക്ക് പരിഗണന നൽകുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നതാണ് മനു തോമസ് ഉയർത്തുന്ന വിഷയം. ആ വിഷയം അത്ര ചെറുതായി നിൽക്കുകയുമില്ല. മനു തോമസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പാർട്ടിക്കകത്ത് നിന്ന് അതിൻ്റെ എല്ലാ തലങ്ങളിലും, പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും, ഒപ്പം DYFI പോലുള്ള സംഘടനകളിലും എല്ലാം തന്നെ ഇത്തരമൊരു വിഷയം ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പാർട്ടിക്കകത്ത് നിന്നിട്ട് എനിക്ക് ഇത്തരം പുഴുക്കുത്തുകളെ തിരുത്താനായിട്ടില്ല, ഇനി പുറത്തു പോയിട്ട് ഞാൻ എന്ത് തിരുത്താനാണ് എന്നാണ് അദ്ദേഹം നമ്മളോട് ഇന്നലെ ഏറ്റവും അവസാനം ചോദിക്കുന്നത്. കാരണം CPIM പോലെ കണ്ണൂർ ജില്ലയിലെ CPIM-ഉം DYFI-യും പോലെ അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രവർത്തിച്ച ഒരു നേതാവ് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ CPIM അതിനെ ഇനിയെങ്കിലും ഗൗരവത്തോടെ കാണുമോ എന്നുള്ളത് തന്നെയാണ്. CPIM തെരഞ്ഞെടുപ്പിന് ശേഷം ചില തിരുത്തൽ നടപടികളിലേക്കൊക്കെ കടക്കുന്ന സമയത്താണ് കണ്ണൂരിലെ ചില CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള ആരോപണം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആരോപണം അല്പം ഗുരുതരമാണ് എന്ന് തന്നെ വേണം പറയാൻ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസ് ആണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയത്. സ്വർണ്ണക്കടത്ത് സംഘവുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജിറിനെതിരെ പരാതിയെല്ലാം നൽകിയിട്ടും പാർട്ടി നടപടിയെടുത്തില്ലെന്നാണ് മനു തോമസ് പറയുന്നത്. ഒപ്പം തന്നെ CPIM തന്നെ പുറത്താക്കിയിട്ടില്ല, മനസ്സും മടുത്ത് പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ചതാണെന്നും മനു ന്യൂസ് മലയാളത്തോടെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ നൽകിയത്.